ഈ കുറച്ച് മനോരോഗികളായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവർക്കൊരു മൊബൈൽ കിട്ടുക എന്തും ക്യാപ്ചർ ചെയ്യാമെന്നുള്ള ഇതിൽ. അപ്പം ഒരു പൊതു സ്ഥലത്തിൽ എന്തെങ്കിലും നടന്നു വരുമ്പം എന്തെങ്കിലും ഒരു വശക്കേടായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലും കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്, അമ്മയായിട്ടും പെങ്ങളായിട്ടും. അതൊരു ചിന്തയില്ലാതെ അവർ പലതും ക്യാപ്ചർ ചെയ്ത് അങ്ങ് റീൽസൊക്കെ. ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഒരു കളിയാക്കൽ എന്നുള്ളതിന് കഴിഞ്ഞ് അവൻ്റെ മനസ്സിനകത്ത്, അവൻ്റെ ആത്മാവിനകത്ത് വരെ അത് കയറിപ്പോയി. പിന്നെ അവൻ്റെ സ്വന്തം ആൾക്കാർ, അച്ഛനും അമ്മയും തന്നെ അത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തക്കാർ ചെയ്യുമ്പോൾ ആ കുട്ടിയെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഈ പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മള് കുനിഞ്ഞ്, പക്ഷെ പൊങ്കാല മനസ്സിനകത്തുള്ളവർക്കേ അത് പറ്റുള്ളൂ. ഈ പൊങ്കാല ഇടാൻ വരുന്നവരുടെ മനസ്സ് മുഴുവൻ പൊങ്കാല ആയിരിക്കണം, ദേവി ആയിരിക്കണം, അവിടെ ഭക്തി വരണം. കാരണം ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഇപ്പം ചെയ്യുന്ന കുട്ടികളൊക്കെ വളരെ മോശമായിട്ടുള്ള ഡ്രസ്സിങ്ങാന്ന് പറഞ്ഞാൽ അവർ പറയും ഈ അമ്മച്ചിക്ക് പണ്ട് ഇടാൻ പറ്റാത്തതിൻ്റെ കെറുവാണ്. ഇതേ പറയുള്ളൂ. അവർക്ക് പണ്ട് പറ്റുമായിരുന്നേ അവർ ഇട്ടേനെ, പക്ഷെ ഇന്നിപ്പോൾ ആ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് അസൂയാണെന്ന് പറയും. മാറ്റി നിർത്തി പറയാം, അതിന് രീതി വേറെയാണ്. പറയുന്ന രീതി നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഒന്ന് കൊള്ളായിരിക്കും കേട്ടോ എന്ന് പറയാം. എന്ത് സാധനം നമുക്ക്, എന്ത് കാര്യം നമുക്ക് പറയണേനും രണ്ട് വിധത്തിൽ പറയാം. പണ്ട് എനിക്ക് ആങ്കറിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ പല ചാനൽസിലും ഇതുപോലെ കണക്റ്റ് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറയാലോ, അന്നും ഈ നിറക്കുറവ് തന്നെയാണ് എന്നെ റിജക്റ്റ് ചെയ്ത സ്ഥലങ്ങളെല്ലാം. ഈ ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വൈറലാണ് നമ്മുടെ സുജയയുടെ അല്ലേ? ഒരാളുടെ താല്പര്യമാണ് അവരെങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. ഹൗ ഷീ പ്രസൻസ് എന്നുള്ളത് നോക്കിയാൽ പോരെ. എന്തിനാണ് ഒരാളുടെ നിറവും അതും ഇതൊക്കെ നോക്കുന്നത്? സാരി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വസ്ത്രമാണ്. അത് എങ്ങനെ ധരിക്കണം എന്നുള്ളതിലാണ്. അത് ആലോചിച്ചാൽ മതി. എത്ര ഭംഗിയുള്ള, എത്ര ഫുള്ളി ഈ 6 യാർഡ് സാരി എത്ര വേണമെങ്കിലും കവർ ചെയ്യാൻ, എത്ര റിവീലിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് സാരി. അതാണ് ചേച്ചിക്ക് കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ വന്ന് കമന്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടോ? അയച്ചു തന്നിട്ടുണ്ട്. അതൊരു വളരെ ബൂസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത്രയും ഭംഗിയുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇൻഫിനിറ്റ് എൻ്റർടൈൻമെൻറ്റ് എപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻസുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നമ്മുടെ ചാനലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ബോഡി ഷൈമിങ്ങിനെ കുറിച്ചുള്ള കമൻറ്റുകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ചയാവാം. നമ്മുടെ ലതിക ചേച്ചിയോട് തന്നെ നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും ഇപ്പം ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അല്ല, ഒരിക്കലും അല്ല. ഇത് പണ്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് ബോഡി ഷേമിംഗ് ആണെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ജനറേഷനും തൊട്ട് മുമ്പുള്ള, ഇപ്പോൾ എൻ്റെ അമ്മയുടെയൊക്കെ കാലഘട്ടത്തിലുള്ള ആ കാലത്തും ഇപ്പം അഫ്കോഴ്സ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഒരുപാട്. പണ്ടൊക്കെ ബോഡി ഷേമിംഗ് പറയുമ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ കളിയാക്കും. എന്താ പറയുക, മൂക്ക് നീണ്ടിരുന്നാൽ പറയും തുമ്പിക്കൈ, കണ്ണ് നന്നായിട്ടിരുന്ന് കഴിഞ്ഞാൽ പറയും ഉണ്ടക്കണ്ണി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് വളരെ ചിരിച്ച് കളിച്ചങ്ങ് എടുക്കുമായിരുന്നു. ഇത് ഇത്രയും വളരെ സീരിയസ് സംഭവമാണെന്ന് നമുക്കന്ന് ബോധമില്ലായിരുന്നു. കാരണം വീട്ടുകാർ തന്നെയാണല്ലോ പറയുന്നത്. തിരിച്ച് നമ്മളതുപോലെ അതിൻ്റെ ബേസിസിൽ ഒരു ഇരട്ടപ്പേര് കാണും. അപ്പോൾ അതൊക്കെ നമ്മളങ്ങ് എടുക്കും, അത്രയേ ഉള്ളൂ. കരയും, അച്ഛൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്യും, അമ്മയുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ലെവലിൽ അങ്ങനെ പോകുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലങ്ങളിലാണ് കൂടുതൽ വളരെ വന്നത്. പക്ഷെ അപ്പോഴാണ് അത് കൂടുതലായതും. വീട്ടിനകത്ത് ഒതുങ്ങിയിരുന്ന ഒരു കളിയാക്കൽ പിന്നെ കുടുംബക്കാരുടെ ഇടയിലായി, പിന്നെ അത് സോഷ്യലിലായി. പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി സോഷ്യലിൽ ഒരു എന്താ പറയുക, ഒരു മനസ്സ് തന്നെ ആയിരിക്കുകയാണത്. മനസ്സിലായില്ലേ? ഞാനൊക്കെ പണ്ട്, അതായത് എൻ്റെ അമ്മാമ്മയുടെ കാലങ്ങളിലൊക്കെ ഒരു മുണ്ടും ഒരു ബ്ലൗസും മാത്രം ആണ് ഇട്ട്, ചിലപ്പോൾ ഒരു തോർത്ത് ചിലപ്പോൾ ഇട്ടിരിക്കും, ചിലപ്പോൾ അതുണ്ടായി. എൻ്റെ മാമിയൊക്കെ സത്യം പറഞ്ഞ അങ്ങനെ പോലും അല്ല കേട്ടോ. പക്ഷെ എന്നാലും അവരൊക്കെ അത്യാവശ്യം ഇത്തിരി എന്താ പറയാ, ഇച്ചിരി ചബ്ബിയായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്കൊന്നും അതൊന്നും അവരിട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്ക് വൃത്തിയോട് അവരവരുടെ ജീവിതചര്യയാണ്. ഇത് അന്നൊന്നും ഈ സംസാരവും ഇല്ല. പക്ഷേ കാലം, ഞാനിത് പറയുന്നത് എൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ കാലത്തുള്ള കാലം. അപ്പോൾ എത്ര വർഷമായെന്ന് ആലോചിച്ചോളാം. മേ ബി 1950s 52 മറ്റായിരിക്കണം അമ്മയുടെ കല്യാണം. 52 മറ്റായിരുന്നു. അപ്പോൾ അമ്മ പറയായിരുന്നു, ഈ ട്രിച്ചിയിലാണ് അവരുണ്ടായിരുന്നത്. അന്നേരം ഈ ബോഡി ഷേമിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം ഇതാണ് ഞാൻ പറയുന്നത്. ഒരു വീട്ടിൽ ഇവർ കല്യാണം കഴിഞ്ഞ ഉടനെയല്ലേ, ഒരു വീടിൻ്റെ മുകളിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്, അച്ഛനും അമ്മയും. അന്നേരം താഴത്തെ വീട്ടിലാണ് ആ ഫാമിലി, ഒരു വലിയ വീടാണ്. അപ്പോൾ താഴത്തെ വീട്ടിൽ അവർ ഫാമിലി, അച്ഛൻ, അമ്മ, മക്കൾ, 2 ആൺകുട്ടികളാണ്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മൂത്ത മകൻ കുറച്ച് ഡള്ളാണ്. ഇന്നാണ് നമ്മൾ അതിന് ഡെഫിനിഷൻസ് മാറ്റിയിട്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നല്ല ഇത് കൊടുത്തത്. പണ്ട് അങ്ങനെയല്ല. മുമ്പുള്ള കാലങ്ങളിൽ ഇങ്ങനെയുള്ള കുട്ടികളെ വളരെ സൈഡ് ലൈൻ ചെയ്യുമായിരുന്നു.
മനസ്സിലായില്ല, അവരെ ഒരു കല്യാണത്തിന് കൊണ്ടുപോകില്ല, മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവരില്ല. ഒരു കുറവായിട്ടും അവർക്ക് എന്തോ ഒരു പറ്റിയ ഒരു അബദ്ധം പോലെയാണ് അവർ അങ്ങനത്തെ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. സോ അങ്ങനെ ഹാപ്പൻ ചെയ്ത ഒരു വീട്ടിലാണ് ഈ കാര്യം നടക്കുന്നത്. അപ്പോൾ ഈ ഇളയ മകൻ നല്ല സ്മാർട്ടാണ്. സ്മാർട്ട് ഇൻ ദ സെൻസ് ഇവനെക്കാളും നല്ല സ്മാർട്ടാണ്, പഠിക്കാൻ മിടുക്കനാണ്, കാണാനും ഒക്കെയാണ്. ഇവൻ കുറച്ച് ഒബീസാണ്, മേ ബി കുറച്ച് ഡള്ളായിരിക്കും കുട്ടി, ബ്രെയിൻ ഇത് എന്തെങ്കിലും ആയിരിക്കും ഇത്. പക്ഷെ അന്ന് അതൊന്നും തിരിച്ചറിയാനുള്ള എന്താ പറയുക അറിവ് ചിലപ്പോൾ അച്ഛനമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ കളിയാക്കാൻ അവർ ഒട്ടും പുറപ്പിറകിലല്ലായിരുന്നു. ഇവരെ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്യുമായിരുന്നു. അത് അമ്മ പറയുക കേൾക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും. ആ പയ്യൻ ഇവരുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ വളരെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ എന്നാലും ഒന്നും പറയില്ല. അങ്ങനെ ഒരു ദിവസം അമ്മ പറയായിരുന്നു, അങ്ങനെ എന്നും കേൾക്കുന്നുണ്ട്, അവൻ മറ്റു പൊട്ടനാണ്, തമിഴിലാണ് അവർ പറയുന്നത്, ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. വൺ ഫൈൻ മോർണിംഗ് ഇവൻ എന്തോ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റഡ് സൂയിസൈഡ്. അവനത് ടോളറേറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറം എത്തി. അപ്പോൾ ഈ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത് ഒരു കളിയാക്കൽ എന്നുള്ളതിന് കഴിഞ്ഞ് അവൻ്റെ മനസ്സിനകത്ത്, അവൻ്റെ ആത്മാവിനകത്ത് വരെ അത് കയറിപ്പോയി. പിന്നെ അവൻ്റെ സ്വന്തം ആൾക്കാർ, അച്ഛനും അമ്മയും തന്നെ അത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തക്കാർ ചെയ്യുമ്പോൾ ആ കുട്ടിയെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ ഒരാളെ കളിയാക്കുമ്പോഴത്തേക്കും ഒരു വേദനിപ്പിക്കുന്ന ലെവലിലോട്ട് പോരുത്. അപ്പോൾ നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കുറവുകളില്ലാത്ത ഒരു മനുഷ്യനുമില്ല എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. എല്ലാ മനുഷ്യനും എന്തെങ്കിലും തീർച്ചയായിട്ടും കുറവുകളുണ്ട്. അതൊരു കുറവായിട്ട് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്ത് വരും, ഞാൻ ബോഡി ഷേമിങ് ഓഫ് കോഴ്സ് അത് ഇപ്പം കുറേ കുട്ടികൾ ഇപ്പോൾ വരുന്നത് എന്തുകൊണ്ടെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം മര്യാദയ്ക്ക് വസ്ത്രധാരണം ചെയ്ത് പോയാലും കിട്ടും. ഇപ്പം മര്യാദയ്ക്കെന്ന് പറയുന്നത് നമ്മുടെ മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇവൻ വസ്ത്രധാരണ രീതി പോലും കാലത്തിനൊത്ത് മാറണ്ടേ? തീർച്ചയായിട്ടും കാലത്തിനൊത്ത് മാറുമ്പം അതിനെ ഉൾക്കൊള്ളാൻ ഇനിയുള്ള ജനറേഷൻ ചെയ്യണം. ഇപ്പം ഞാൻ തൽക്കാലം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ചെയ്യുന്ന കുട്ടികളൊക്കെ വളരെ മോശമായിട്ടുള്ള ഡ്രസ്സിങ്ങാന്ന് പറഞ്ഞാൽ അവർ പറയും ഈ അമ്മച്ചിക്ക് പണ്ട് ഇടാൻ പറ്റാത്തതിൻ്റെ കെറുവാണ്. ഇതേ പറയുള്ളൂ. അവർക്ക് പണ്ട് പറ്റുമായിരുന്നേ അവർ ഇട്ടേനെ, പക്ഷേ ഇന്നിപ്പോൾ ആ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് അസൂയാണെന്ന് പറയും. പക്ഷെ അതല്ല, വസ്ത്രത്തിൽ നമ്മൾ അങ്ങനെയല്ല. ഈ ബോഡി ഷെയ്മിങ് എന്നുള്ളത് വസ്ത്രധാരണം കൊണ്ട് മാത്രമുള്ള കാര്യമല്ല. നമുക്ക് അതിലേക്ക് പിന്നെ വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും ബോഡി ഷെയിം ചെയ്യാനുള്ള അധികാരമില്ല. ദാറ്റ് ഷോസ് യോർ കോംപ്ലക്സ്. ഞാനിപ്പോൾ റോഷനിയെ കളിയാക്കുകയാണെങ്കിൽ എൻ്റെ കോംപ്ലക്സാണ് ഇവിടെ പ്രകടമാകുന്നത്. കാരണം വെച്ചാൽ ആ കുട്ടിയുടെ എന്തോ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയെ കാണുമ്പം എനിക്കൊരു ചെറിയൊരു അസൂയ വരിക. ആ അസൂയയിൽ നിന്നാണ് ആ ബോഡി ഷെയ്മിങ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ കുട്ടിയെ നന്നായിട്ട് നടക്കുന്നൊരു ആളെ കാണുമ്പോൾ, ആണായാലും പെണ്ണായാലും കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥത വരും. അത് ഒരു ബേസിക് ജലസി എന്നുള്ളതിന് ഉണ്ടാകുന്നതാണെന്ന് മാത്രമല്ല, വികലവുമാണ് അവരുടെ ചിന്ത. അതെ, സത്യമാണ്. ചിന്ത വികലമാണ്. ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ തകർക്കുന്ന ഒരു സംഭവമാണ് ഈ നെഗറ്റീവ് കമന്റ്സുകൾ ഇങ്ങനെ പറയാന്ന് പറയുന്നത് തന്നെ. ഇപ്പൊ എനിക്കത് ഒരുപാട് റിലേറ്റഡ് ആണ്. കാര്യം ഞാൻ ഈ പറയുന്ന പോലെ ഒത്തിരി കുട്ടികളെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ബ്രൈഡലൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ പല കുട്ടികളെയും നല്ല കോൺഫിഡൻറ്റോട് കൂടിയാണ് പറഞ്ഞു വിടുക. അവർ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും പോവുക. പിന്നെ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ പറയാം, ചേച്ചി അവരിങ്ങനെ പറഞ്ഞു ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി എന്നുള്ളൊരു ഇത് ഞാൻ പല കല്യാണത്തിന് മുമ്പേ പറഞ്ഞില്ലെങ്കിൽ വലിയ സമാധാനം. കാരണം അപ്പൊ നമ്മൾ ഇത്രയും അവരുടെ ഒരു ബിഗ് ഡേയിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ ഓടി വന്നിട്ട് ഇതെന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്ന, അല്ലെങ്കിൽ ഇതെന്തോ ഈ ഡ്രസ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന, അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരാളിന്റെ അടുത്ത് പോയിട്ട് ഡയറക്റ്റ് കയറി ഇങ്ങനെ പറയാൻ പാടില്ല. അവരുടെ മൂഡ് പറയാം. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും ഇതിൽ നമുക്ക് പരിചയമുണ്ട്, നല്ലോണം പറയാമെങ്കിൽ, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് പറയാമെങ്കിൽ മാറ്റി നിർത്തി പറയാം. അതിന് രീതി വേറെയാണ്. പറയുന്ന രീതി നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഒന്ന് കൊള്ളായിരിക്കും കേട്ടോ അങ്ങനെ എന്ന് പറയാം. എന്ത് സാധനം നമുക്ക്, എന്ത് കാര്യം നമുക്ക് പറയണതിനും രണ്ട് വിധത്തിൽ പറയാം. വളരെ റാഷായിട്ട് റഫായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരാളെ ഇത് കൂടുതലും അവരെ വേദനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടുള്ളവർ തന്നെയാണ് ഈ ബോഡി ഷെയ്മിങ്. ഇത് എന്ത് പറ്റും, ഞാനിപ്പോൾ സപ്പോസ് ഞാൻ ഒരാളെ കളിയാക്കുകയാണെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീമാണ് ഞാൻ ഇല്ലാതാക്കുന്നത്. ഇനിയൊരു സഭയിൽ പോകുമ്പോൾ ആ കുട്ടിക്ക് വല്ലാതെ തോന്നും, അയ്യോ ഞാൻ അങ്ങനെ അന്ന് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ കളിയാക്കി. അപ്പോൾ ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ പോവുകയാണ്. ഇതുകൊണ്ട് ആർക്കും ഒരു ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതാണ് ഈ ബോഡി ഷെയ്മിങ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ആക്കണം. ഇത് ചെയ്യുന്ന ആളുടെ മനസ്സ് വികലമാണ്. അവിടെയാണ് ഈ കേൾക്കുന്ന ആൾക്ക് ഭയങ്കര എഫക്റ്റാണ്. പക്ഷെ പറയുന്ന ആൾ ആലോചിക്കണം, എൻ്റെ മനസ്സിൻ്റെ വികലതയാണ് ഞാനവിടെ കാണിക്കുന്നത്. നമ്മൾ പറയും ഈ കൈയും കാലും ഇല്ലാത്തവർ നമ്മൾ ആൾക്കാർ കാണും, പക്ഷേ മനസ്സിൻ്റെ ഇത് നമ്മൾ അറിയേയില്ല. പ്രകടമായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ മനസ്സിനകത്തുള്ള വികലത നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ ഒക്കില്ല. അവർ വാ തുറക്കുമ്പോൾ അവർ നമ്മുടെ അടുത്തുള്ള
കൊടുത്തു വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളും മനസ്സ് വികലമാണ്. അതെ അതെ അതുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് ഇനിയൊരാളെ ദ്രോഹിക്കുക, മനസ്സ് വേദനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതെ. നമ്മൾ പറയില്ല മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പോലും ഒരാളെയും ദ്രോഹിക്കരുതെന്നാണ്. അതെ അതെ ഇത് ഏറ്റവും വലിയ ഞാൻ ബേസിക് സാധനമാണ്. അതായത് നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് ദ്രോഹിക്കാൻ പറ്റുമെങ്കിൽ ഈ 3 കാര്യം ചെയ്യാതിരുന്നാൽ മതി. അതെ. വേറെ വലിയ കാര്യങ്ങളൊന്നും ഏറ്റവും ചെയ്യണ്ട. കൂടുതലും എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഫേസ് ചെയ്യുന്നത് ആ. നിറത്തിന്റെ ഒരു കാര്യം ആ. പറഞ്ഞിട്ടാണ്. അയ്യോ കൊച്ചു ഭയങ്കര അത് കറുപ്പാണ്. ഒരു കാലത്ത് അങ്ങനത്തെ- വെളുത്ത കുട്ടികളാണ് സുന്ദരികൾ. ആ. ഒരിക്കലും അല്ല, അത് ഒരിക്കലും അല്ല. സത്യമാണ്, നമ്മൾ ഇന്ത്യൻസ് സത്യമാണ്. അങ്ങനെ വെളുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അഫ്കോഴ്സ് നോർത്തിലൊക്കെ കുറെ കുട്ടികളുണ്ട്, അതെ. ഇവിടെ ഉണ്ട് അതെ. വെളുത്ത ആൾക്കാർ. വെളുത്തതും നല്ലത് തന്നെയാണ്, കറുത്തതും നല്ലതാണ്. കാര്യം കറുപ്പോ വെളുപ്പൊന്നും കറുപ്പ് വെളുപ്പ് അങ്ങനെ ഒരു അതെ, പക്ഷേ എല്ലാ രാജ്യത്തും ഉണ്ട്. അതെ അതെ നമ്മൾ ഈ പറയുന്നില്ലേ, അതെ. ഇത് നമ്മൾ വിചാരിക്കും ഇന്ത്യ നമ്മുടെ സൊസൈറ്റിയിൽ അല്ല, എല്ലാ സൊസൈറ്റിയിലും വേൾഡ് ഓവർ അതെ. നിറത്തിൻ്റെ പേരിൽ, എന്താ പറയുക, നമ്മുടെ റിലീജിയൻ്റെ പേരിൽ എല്ലാത്തിലും പ്രശ്നമാണ്. മനസ്സിലായില്ലേ? സത്യമാണ്. നമ്മള് അതൊക്കെ ഓവർകം ചെയ്യാനുള്ള എന്താ പറയുക മെച്യൂരിറ്റി അവർക്കുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വല്ലതും പക്ഷെ തമാശ ചെറിയ പ്രായത്തിൽ ആ ഒരു സംഭവം കിട്ടില്ല, ഉണ്ടാവത്തില്ല. ഒരിക്കലും കിട്ടില്ല. കാര്യം എനിക്കറിയാം, മുന്നേ ഇതുപോലെ തന്നെ ഞാൻ പണ്ടേ എനിക്ക് ആങ്കറിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഈ പല ചാനൽസിലും ഇതുപോലെ കണക്റ്റ് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറയാലോ അന്നും ഈ നിറക്കുറവ് തന്നെയാണ് എന്നെ റിജക്റ്റ് ചെയ്ത സ്ഥലങ്ങളെല്ലാം. അത് എനിക്ക് ഭയങ്കര ഫീലായിട്ടുണ്ട്, പലപ്പോഴും ഫീലായിട്ടുണ്ട്. അതുപോലെ ഫാഷൻ ഷോസുകളായാലും നമ്മൾ എന്ത് കാര്യത്തിന് ചെന്നാലും അവർ നമ്മളെ നമുക്ക് നിറമുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അതെ, പക്ഷേ ഈ ദൈവം സഹായിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കാലഘട്ടം അതില്ല, മാറി. അതില്ല. പക്ഷെ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും അവസരങ്ങൾ കിട്ടുന്ന ഒരു ഇപ്പം അതല്ല, അവരവരുടെ പ്രോഗ്രസ് ആണ് അതെ തെളിയിക്കുന്നത്. അതെ അതെ ഇപ്പം നമ്മൾ ഒരിക്കലും ഇപ്പം നന്ദിത ദാസ് അതെ ഡാർക്ക് അല്ലേ, സത്യം എന്തൊരു ഭംഗിയാ കൊങ്കണ സെൻ അതെ. ഡാർക്ക് അല്ലേ, എത്രയോ നല്ല നല്ല സ്റ്റാർസ് ഉണ്ട്. പണ്ട് വെളുപ്പിക്കുമായിരുന്നു, അല്ല പക്ഷെ ഇപ്പൊ എങ്ങനെയാ അത് ഹൈലൈറ്റ് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ഫീച്ചേഴ്സ് നല്ല ഷാർപ്പാണ്, കണ്ണ് നല്ല ഭംഗിയാണ്. അപ്പോൾ അതൊക്കെയാണ് അവർ ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഹൈലൈറ്റിംഗ് വന്നപ്പോ മലയാള സിനിമയിൽ ഒരു നടിയുണ്ട് ശാരദ, സൂര്യ. സൂര്യ എന്നുള്ള നടി ഉണ്ടായിരുന്നു പണ്ട്. അതെ, എത്ര നല്ല ഡാർക്ക് ടോണിലുള്ള ഒരു നടിയാണ്, പക്ഷെ ഒരു മേക്കപ്പും ഇല്ലാതെ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. എന്തൊരു ഭംഗിയാണ് അത്. അതെ. എത്ര എന്തിന് ശാരദ, അവർക്ക് പക്ഷെ മേക്കപ്പ് ഇട്ടിട്ടാണെങ്കിലും ഫീച്ചേഴ്സ് എന്തൊരു ഭംഗിയാണ്. നേരി കാണാൻ നല്ല ഡാർക്ക് ആയിരുന്നു, പക്ഷെ ഫീച്ചേഴ്സ് നല്ല ഭംഗിയായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പണ്ട് ഒരു വെളുപ്പൊരു ഇതായിരുന്നു. ഇപ്പം അതെല്ലാം മാറി, അതൊക്കെ മാറി. പക്ഷെ എന്നാലും ഞാൻ പറയാം, ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് വരേണ്ട കാലം കഴിക്കാൻ. നമ്മൾ സിവിലൈസ്ഡ് ആൾക്കാരല്ലേ, അപ്പോൾ നമ്മൾ സിവിലൈസ്ഡ് ആണെന്ന് പറയുകയും അത് നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും കൊണ്ടുവന്നില്ലേ ചെയ്യാൻ പഠിക്കണം ആൾക്കാർ. അക്സെപ്റ്റ് ആസ് ദേ ആർ. അല്ലാതെ എന്താണ് അവരുടെ ഇപ്പൊ വെളുത്തിരിക്കുന്ന ഒരാൾ ദ്രോഹിക്കുന്ന ഒരു ടൈപ്പ് ആണെങ്കിൽ കാര്യമുണ്ടോ? ഹിറ്റ്ലർ നല്ല നിറമായിരുന്നു കേട്ടിട്ടുള്ളത്, ദ്രോഹിച്ചിട്ട് തന്നെ കണക്കുണ്ടോ? അപ്പൊ അതിലൊന്നും നിറത്തിലൊന്നും അല്ല കാര്യം, നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇതിലും. അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇനി പറയുകയാണെങ്കിൽ നമ്മൾ പറയും വസ്ത്ര സ്വാതന്ത്ര്യം അല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വൈറലാണ് നമ്മുടെ സുജയയുടെ അല്ലേ. ഒരാളുടെ താല്പര്യമാണ് അവരെങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. ഹൗ ഷീ പ്രസൻസ് എന്നുള്ളത് നോക്കിയാൽ പോരെ. എന്തിനാണ് ഒരാളുടെ നിറവും അതും ഇതൊക്കെ നോക്കുന്നത്? ഇത് മനുഷ്യന്റെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ആ വികലമായിട്ടുള്ളൊരു ചിന്തയിൽ വരുന്നതാണ്. ഇപ്പം ഒരുപാട് വലിയ വലിയ ആൾക്കാർ നമ്മുടെ എന്താ പറയുക കറുത്ത വർഗ്ഗക്കാരിൽ എടുത്താൽ മൈക്കൽ ജാക്സൺ, എന്തോ ഒരു കോംപ്ലക്സ് ഒരിടയ്ക്ക് ഉണ്ടായിട്ട് അദ്ദേഹം സ്കിൻ വൈറ്റനിങ് ചെയ്ത് കണ്ടമാനം മരുന്ന് ചെയ്ത് അവസാനം അത് ജീവിതം തന്നെ എഫക്റ്റ് ചെയ്ത ഒരു ഇതാണ്. പക്ഷെ ഇപ്പം ഓഫ് ലൈറ്റ് നമ്മുടെ ഈ വലിയ ഫാഷൻ ഷോസിൽ കണ്ടറിയാം. ഇപ്പം നവോമി ക്യാമ്പൽ വേൾഡ് ഫേമസ് ഇതായിരുന്നു അല്ലേ, അവർ ഡാർക്കാണ്. ഇപ്പം എത്രയോ കുട്ടികളുണ്ട് അങ്ങനെ. അവർക്കൊന്നും ഒരു ഇപ്പം അതൊരു പ്രശ്നമല്ല. നമ്മുടെ നിറത്തിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആലോചിക്കേണ്ട ഒരു കാര്യം, നിറത്തിലോ ഇതൊന്നും അല്ല കാര്യം. ഇറ്റ് ഈസ് ഹൗ യു ക്യാരി യോർസെൽഫ്. ഇനി നമ്മൾ വരേണ്ടത് കാര്യം പറയുന്നത് വസ്ത്രധാരണ രീതിയെ കുറിച്ചാണ്. അതിന് ഒരുപാട് ഫ്ലാക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ബോഡി ഷേമിങ്ങും വസ്ത്രധാരണവുമായിട്ട് കണക്റ്റഡ് ആണ്. ബോഡി ഷേമിങ് അതിലൂടെ ചെയ്യുന്നവരുണ്ട്. ഇപ്പം സപ്പോസ് ഞാൻ കുറെ കൂടെ ചെറുതാണ്, അല്ലെങ്കിൽ റോഷൻ വിചാരിക്കുകയാണ് എനിക്ക് അതുപോലെ ഒന്ന് നടന്നാൽ എങ്ങനെ ഇരിക്കും, തീർച്ചയായിട്ടും അരോചകമായിരിക്കും അല്ലേ. ആ പ്രായത്തിനനുസരിച്ച് അത് കുട്ടികൾ ഇടുന്നതിൽ പ്രശ്നമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് സഭയറിഞ്ഞ് നമ്മൾ ഇത് ചെയ്യണം. മനസ്സിലായി. ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ ഏത് ആരാധനാലയം അതിനൊരു റെസ്പെക്റ്റ് അവിടെ വേറെ കൊടുക്കും. വരുന്നവരും വരുന്ന എന്ത് ഇതിലാണ് മനസ്സ് ഏകാഗ്രമാക്കി ആ ചിന്തയിൽ നല്ല ചിന്തയിൽ നിൽക്കാനായിട്ട് ഭക്തിയാണ് അവിടെ പ്രാധാന്യം.
ക്ലബ്ബിൽ പോകുമ്പോൾ ഷിയർ ഡ്രസ്സസും അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പോവാം. അതെ. ഇത് എന്ത് പറ്റുന്നതെന്ന് പറയും, ഇത് എവിടെയാണ് ഒരു അതിർവരമ്പ് തിരിക്കേണ്ടതെന്ന് അറിയാതെ പോകുന്നുണ്ട് പലർക്കും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലാണ് കൂടുതലും വലിയ വലിയ ഹോട്ട് കുത്തിയോ ഫാഷൻ ഷോസും അത് ഇതൊക്കെ നടക്കുന്നത്. അതങ്ങനെ അപ്പടി ഇത് എവിടെ ചേർക്കും, നമ്മുടെ ബോളിവുഡിലും ഹോളിവുഡിലും എല്ലാം അത് വരും. ആ ഡ്രസ്സ് ഹോളിവുഡിലില്ല, പിന്നെയും ബോളിവുഡിൽ വരും, നമ്മുടെ ടോളിവുഡ് എല്ലാത്തിലും വരും. അപ്പം അത് കാണുന്ന ആൾക്കാർ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഇവിടെ സാധാരണ കുട്ടികൾ അത് കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്കങ്ങനെ നടന്നുകൂടാ, പക്ഷെ നടക്കുന്ന സ്ഥലം അവർ ഇതിനകത്താണ്. പിന്നെ ഇതിന് പോകുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടിലല്ല പോകുന്നത് മുഴുവൻ. ഇപ്പൊ അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് കൊറിയൻ ഫാഷൻ ട്രെൻഡ്സ് ഇപ്പൊ ഇങ്ങനെ ഇവിടെ നമ്മുടെ ഏറ്റവും അധികം വന്നിട്ടുണ്ട്. പക്ഷെ കൊറിയൻ എന്ന് അവരുടെ അവരുടെ എന്താ അവരുടെ ഒരു കൾച്ചർ ഉണ്ട്, അതും എല്ലാം ഒരിക്കലും ആ കൾച്ചർ അല്ലല്ലോ നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചറും ഇതും ഒരുപാട് ചേഞ്ചസ് വേണം എന്നല്ല, വേണം, പക്ഷെ ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ ഉൾക്കൊള്ളാൻ ഒരു ചെറിയൊരു നമുക്ക് ഈ ഉൾക്കൊള്ളാൻ ശരിയാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉൾക്കൊള്ളാൻ നമ്മളെപ്പോലെയുള്ളവർ, അതായത് ഇപ്പം എൻ്റെ ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ ആയിരിക്കും ചിലപ്പോൾ റോഷനി, അല്ലെ അടുത്ത ജനറേഷൻ ആയിരിക്കും. അപ്പം നമ്മളത് ഉൾക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വഴക്ക് കേൾക്കും. വേണ്ടാത്ത വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒന്ന്. പക്ഷേ ധരിക്കുന്ന ആൾക്കാർ എവിടെ പോകുമ്പം എങ്ങനെ ധരിക്കണം എന്നുള്ള ഒരു ബോധം അത് ഒന്നുമില്ല അവർക്ക് വേണം, അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയാണെങ്കിൽ അവരുടെ പേരൻസിന് വേണം. കാലഘട്ടത്തിന്റെ മാറ്റമാണ് തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും നമ്മളിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി, നമ്മളിപ്പോ കണ്ണാടിയുടെ മുൻപ് ചെന്ന് നിന്നിട്ട് നമ്മളൊരു വസ്ത്രം ധരിച്ചു, നമ്മൾ കണ്ണാടിയുടെ മുമ്പ് ചെന്ന് നിൽക്കുമ്പം ഇതെനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒരിടവും വൾഗറായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെയല്ല. അത് നമ്മൾ നോക്കുന്നത് വൾഗാരിറ്റി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ, ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. കാരണം ഞാനതിനെ വൾഗറായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് വൾഗറാണ്. ഇപ്പൊ വസ്ത്രധാരണം ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന കുട്ടിക്ക് അത് ഏറ്റവും മനോഹരമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് അതിൽ പറയാൻ പറ്റില്ല നമുക്ക് കുറ്റം. കാരണം നമ്മുടെ ശരീരം എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത് കുട്ടികൾക്ക് അവർക്ക് അത് ഓക്കെയാണ്. അവരുടെ സംസ്കാരം അതാണ്. ഇപ്പോഴത്തെ സംസ്കാരം അതാണ്. അതിനനുസരിച്ചാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയാനൊന്നും നമ്മളാളല്ല. പക്ഷെ എന്നാലും അവർ ചിന്തിക്കേണ്ട കാര്യം എവിടെ എങ്ങനെ വേണം എന്നുള്ളത് സജഷനാണ്. എടുക്കണം എന്നൊന്നുമില്ല, പക്ഷെ സജഷനാണ്. കാരണം മറ്റുള്ളവരുടെ മനസ്സിലൊരു വേണ്ടാത്ത ചിന്ത വരണ്ട. ഇതോ എല്ലാം ഇട്ട് മൂടി പോസ്റ്റ് നടന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ സാരി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വസ്ത്രമാണ്. അത് എങ്ങനെ ധരിക്കണം എന്നുള്ളതിലാണ്. അത് ആലോചിച്ചാൽ മതി. എത്ര ഭംഗിയുള്ള, എത്ര ഫുള്ളി ഈ 6 യാർഡ് സാരി എത്ര വേണമെങ്കിലും കവർ ചെയ്യാൻ, എത്ര റിവീലിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് സാരി. അപ്പോൾ ഈ ഡ്രസ് സെൻസ് എന്ന് പറയുന്നത് നമുക്ക് അവരവർക്കുണ്ടാവണം. കാരണം നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ അതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. നമ്മുടെ ഡ്രസ്സിങ്ങിൽ, നമ്മുടെ വേയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, അത് നമ്മളിപ്പോൾ വീട്ടിലായാലും ശരി പുറത്തായാലും ശരി നമുക്ക് റെസ്പെക്ട് വേണം. യു ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അല്ല എന്നെ എല്ലാവരും ഞാൻ എങ്ങനെ നടന്നാലും എന്നെ റെസ്പെക്ട് ചെയ്തോളാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇഫ് യു വാണ്ട് റെസ്പെക്ട്, ഇഫ് യു ഡോണ്ട് കെയർ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇഫ് യു വാണ്ട് റെസ്പെക്ട് യു ഹാവ് ടു ഗീവ് റെസ്പെക്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ വേണം പോകാനായിട്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇത് ഒരുപാട് കാണിക്കുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ അല്ല കുറ്റം പറയേണ്ടത്. സോഷ്യൽ മീഡിയ അവർക്കറിയാം, അവർ നിലനിന്ന് പോകണമെങ്കിൽ നല്ല നല്ല ടോപ്പിക്സ് എടുത്തിട്ടാലേ ഇത് ചെയ്യുള്ളൂ. അതേസമയം അങ്ങനെ അല്ലാത്ത ഇത് കാണിക്കുന്ന ചില ചാനൽസും ഉണ്ട്. അത് അവർക്ക് വേറൊരു ക്ലൈൻറ്റേലാണ്, മനസ്സിലായില്ലേ? പക്ഷെ മെജോറിറ്റിയും നല്ല നല്ല കാര്യങ്ങൾ, ഞാൻ വലിയൊരു ആവിഡ് വാച്ചറൊന്നുമല്ല, എന്നാൽ പോലും ഞാൻ പറയാം നല്ല നല്ല ടോപ്പിക്സ് എടുത്തിട്ടാണ് ഇവർ ഇത് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ കുറച്ച് മനോരോഗികളായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവർക്കൊരു മൊബൈൽ കിട്ടുക എന്തും ക്യാപ്ചർ ചെയ്യാമെന്നുള്ള ഇതിൽ. അപ്പം ഒരു പൊതു സ്ഥലത്തിൽ എന്തെങ്കിലും നടന്നു വരുമ്പം എന്തെങ്കിലും ഒരു വശക്കേടായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലും കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്, അമ്മയായിട്ടും പെങ്ങളായിട്ടും. അതൊരു ചിന്തയില്ലാതെ അവർ പലതും ക്യാപ്ചർ ചെയ്ത് അങ്ങ് റീൽസ് ഉണ്ടാക്കും. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നടന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എത്രയോ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹിന്ദു ഇത് ബേസ്ഡ് ആണ് എങ്കിലും പലരും വെളിയിൽ നിന്ന് നാനാജാതി മതക്കാർ വന്ന് ചെയ്യുന്ന ആയിട്ടാണ് പറയുന്നത്, അല്ലേ? എനിക്കറിയാവുന്ന 1-2 ആൾക്കാരുണ്ട് അന്യ ഇതിലുള്ളവർ. അപ്പോൾ അവരൊക്കെ ഇടുന്നുണ്ട്. ഒരു മെജോറിറ്റിയും സാധാരണ ജനങ്ങളാണ് ഇടുന്നത്. എത്രയോ ഒരു വർഷം ഇന്നിട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷത്തിൽ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ആറ്റുകാൽ അമ്മയ്ക്ക് കൊണ്ടുവന്ന് പൊങ്കാല ഇടുക എന്നുള്ളതാണ് അവരുടെ ജീവിത ലക്ഷ്യം.
2 ദിവസം മുൻപേ വന്ന് അടുപ്പിന്റെ അടുത്ത് ഉറങ്ങി വരുന്ന ഞാൻ ആൾക്കാരുണ്ട്. കാണുന്നുണ്ട്. ഞാൻ അല്ലേ? വീടിന് അടുത്തായതുകൊണ്ട് അടുത്തായോണ്ട് ഞാൻ 8 ദിവസം ഞാൻ 9ാമത്തെ ദിവസം പോവാൻ പറ്റാത്തോണ്ടാണ്. കാര്യം അത്രയും അവിടെ തിരക്ക് അടുപ്പാണ്. അപ്പം നമ്മൾ കാണുന്നുണ്ട് ഒരു 4-5 ദിവസം മുമ്പ് വരെ വരുന്നവരുണ്ട്. ഉണ്ട്. അതിന്റെ ഇടയിലും നല്ലതായിട്ട് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അതെ. ഇടയിൽ ചില ഇങ്ങനത്തെ ആൾക്കാര് അതെ. ശരിക്കും കഴുകക്കണ്ണ് എന്ന് വേണം പറയാൻ അവരുടെ കണ്ണിന്. അവര് സാധാരണ കണ്ണല്ല, അല്ല ശരിക്കും മനസ്സിലായില്ലേ? പറഞ്ഞാ ആ കണ്ണ് വെച്ച് അവർ ഓരോന്ന് എടുക്കും. അതെ. ഇപ്പൊ നമ്മൾ കണ്ടു ഓരോ കേസസ്. അതെ. എടുത്തിട്ട് അതിനെ അങ്ങോട്ട് റീൽസ് ഇട്ട് പൊലിപ്പിച്ച് അതിന് എന്താണോ ഉദ്ദേശശുദ്ധി, അതായത് ഒരു ഇത്രയും വലിയൊരു മഹത്തരമായിട്ടുള്ളൊരു സംഭവം അല്ല, നടക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഡൈവേർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത് നമ്മൾ ഈ ഓൺലൈൻ ഈ ചാനൽസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുമ്പോൾ ഇത് സെലിബ്രിറ്റീസുകളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു എന്നുള്ളൊരു വേദനയോ ഒരു ഉണ്ട് വിഷമവും ഉണ്ട്. തോന്നാറുണ്ട്. അതെന്തോ ചില ആൾക്കാർ, എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാണിത്. ഇത് അതെ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതെ. ഈ സാധാരണക്കാർ അവർ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലോ അല്ലെങ്കിൽ അതെ, അപ്പം അതെ. പുതുവസ്ത്രങ്ങൾ കൊടുത്ത് വന്ന് നിൽക്കുന്നല്ലാതെ ഈ സെലിബ്രിറ്റീസ് വരുന്ന വേറൊരു സ്റ്റൈലിലാണ്. അതെ. അപ്പം അതൊരു കണ്ണിനൊരു സുഖമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അതെ. സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കും റീച്ച് കിട്ടാൻ. അതെ. ഇപ്പൊ എല്ലാത്തിനും ഒരു റീച്ച് ആണല്ലോ. അതെ. റീച്ച് കൊണ്ട് തീർച്ചയായിട്ടും പല reach പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് അപ്പൊ പ്രശ്നം. റീച്ചാണ് ഈ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനും ഒരു സെൻസറിങ് വേണം. അതെ, ഇപ്പം തീർച്ചയായിട്ടും. സെൻസർ ബോർഡൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക്, ഈ സെൻസർ ബോർഡൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് അവരവരൊരു സോഷ്യൽ മീഡിയക്കാർക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു സെൻസറിങ് അവരവരായിട്ട് വേണം. ഇപ്പം ഒരു ആർട്ടിസ്റ്റിനെ തന്നെ അവർ വളരെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ആ, വീണ്ടും മോശമായിട്ട് കാണിച്ചു. പക്ഷേ എന്താ പറയുക, ഒരു ആക്ട്രസ്സാണ് അവർ, അന്ന രാജൻ എന്ന് പറഞ്ഞിട്ട്. പ്രോബബ്ലി അവരുടെ ഡ്രസ്സിങ് സെൻസ് അങ്ങനെ ആയിരിക്കും. നമ്മൾ പറയില്ലേ, പൊതുസമൂഹത്തിലും എങ്ങനെ വരണം എന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരും ഉണ്ട് ഇതിൽ. ബാക്കിയുള്ളവരെല്ലാം മര്യാദയ്ക്ക് വന്ന എത്രയോ കാലം കൊണ്ട് ഇടുന്നവരുണ്ട്. പക്ഷേ അല്ല, നമ്മള് സെലിബ്രിറ്റീസ്, പൊങ്കാല ഇടാൻ വരുമ്പോ നമ്മുടെ ഒരു പക്ഷെ പൊങ്കാല ഇടുന്നവരെ പൊങ്കാല ഇടുന്ന അവസ്ഥയായി. അതെ, കംഫർട്ടബിൾ അതെ. വസ്ത്രം ധരിക്കാന്നുള്ളത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ആണെങ്കിലും കുറച്ച് എന്തോ അവരുടെ ബോഡി ലാംഗ്വേജോ എന്തോ ശരിയായില്ല. അതെ. അതിനെ ഹൈലൈറ്റ് ചെയ്ത് അവസാനം അവർ മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വരെ എത്തി. അവസ്ഥ വരെ എത്തി. പക്ഷെ മാപ്പ് ചോദിക്കുകയല്ല വേണ്ടത്. ആക്ച്വലി ഷീ ഷുഡ് അപ്പം റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. അതെ. ഒരു സാരിയുടെ തുമ്പ് ഇങ്ങനെ കയറ്റിയാൽ റെക്ടിഫൈഡ് ആണ്, തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. കാര്യം പക്ഷേ- നമുക്ക് എപ്പോഴും ഈ പൊങ്കാല എന്ന് പറയുമ്പോ നമ്മള് കുനിഞ്ഞ് പക്ഷെ പൊങ്കാല മനസ്സിനകത്തുള്ളവർക്കേ അത് പറ്റുള്ളൂ. അതെ. ഈ പൊങ്കാല ഇടാൻ വരുന്നവരുടെ മനസ്സ് മുഴുവൻ പൊങ്കാലയായിരിക്കണം, ദേവിയായിരിക്കണം, അവിടെ ഭക്തി വരണം. തീർച്ചയായിട്ടും. ആ ഭക്തിയും ഇതും ഇല്ലാത്തപ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല ഭക്തിയുള്ള ആൾക്കാരെ നമ്മൾ കാണും. അല്ല, ഭക്തിയുള്ളവരുണ്ടല്ലോ, അതെ. ഭക്തിയുള്ളവർക്ക് അവർക്ക് ശരീരബോധമേ കാണില്ല. ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ലക്ഷങ്ങൾ വരുന്നവർക്കും എന്തോരം യാതൊരു ബോധവും ഇല്ലാതെ അവർ അമ്മ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പൊങ്കാല നന്നാവണം, പായസം നന്നായിട്ട് വരണം, നിവേദിക്കുന്നത് ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും നമ്മുടെ മനസ്സിന്റെ സങ്കല്പമാണ്. പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് വരുന്നവരാണ് ഉള്ളത്. പക്ഷെ അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണിക്കുമ്പോൾ എന്ത് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിശുദ്ധതയിൽ നിന്ന് ആ ഒരു ഫോക്കസ് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് നാം വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുമ്പോൾ അത് ഏത് ആരാധനാലയം ആയിക്കോട്ടെ, അവിടെ വരുന്നവർ ആണായാലും പെണ്ണായാലും അതിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണ രീതി ആയിരിക്കണം. നമ്മുടെ ബോഡി ലാംഗ്വേജ് പ്രോപ്പർ ആയിരിക്കണം. ഇനി അല്ലെങ്കിൽ അത് ശരിയായിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ വരണം. അതെ. ഇതൊക്കെ നമ്മൾ സമൂഹത്തിനോട് ചെയ്യേണ്ട ചില കടപ്പാടുകൾ തന്നെയാണെന്നാണ് എൻ്റെ ഇത്. അവിടെയാണ് ചേച്ചി പറഞ്ഞ സാധനം എന്താണ് റെസ്പെക്ട്. നമ്മൾ സമൂഹത്തിന് റെസ്പെക്ട് കൊടുക്കുന്ന സമൂഹം നമ്മളെ respect ഞാൻ ചെയ്യും. എന്തിട്ട് വന്നാലും എന്നെ റെസ്പെക്ട് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല. മാനിക്കൊന്നും ഇല്ല. അത് അതെ, അതെ, അതെ. അത് നമ്മൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും വേറൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളെല്ലാവരും എന്താ പറയുക വെൽ പ്രസൻറ്റഡ് ആയിരിക്കണം എന്നുള്ളത് ഒരു താല്പര്യമാണ്. അതെ. പക്ഷേ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്, ഈ തല നരച്ചിരിക്കുന്നു, അത് നരയായിട്ട് എന്നെ കൊണ്ടു നടക്കുന്നവരോട് അവർക്ക് റെസ്പെക്ട് വേറെ ഒന്നുണ്ട്. അറിയാമോ? ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. വേഗം ഒന്ന് പ്രായമായതല്ലേ ഒരു സീറ്റ് തരും. അതെ. മറ്റേ ഡൈ അടിച്ച് വന്ന് എൻ്റെ കൂടെ വന്ന ഒരാൾക്ക് കൊടുക്കണമെന്നില്ല. കൊടുക്കത്തില്ല. അവർക്ക് ഡൈ അടിച്ച് നടക്കാമല്ലോ ഇങ്ങനെ. അതെ. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇല്ല. ഈ ശരിക്കും നടന്നതാണ്, എൻ്റെ അടുത്തല്ല, എൻ്റെ സുഹൃത്തുക്കളടുത്ത്. അപ്പോൾ അവൾ പറയാം അവർക്ക് സീറ്റ് കൊടുത്തു, കാരണം അവൾ ഡൈ ചെയ്യുന്നതല്ല, കൊടുത്തു. അതിനേക്കാളും പ്രായമുള്ള ഒരു സ്ത്രീ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ അവർ പറയാം ഡൈയൊക്കെ അടിച്ചിങ്ങനെ നടക്കാമെങ്കിലേ അവരിപ്പം അങ്ങനെ നിന്നാൽ മതി. അതെ. അപ്പം അവർക്ക് ഇതും ഒരു ഫോം ഓഫ് റെസ്പെക്റ്റ് ആണ്. മനസ്സിലാവണേ? നിർദ്ദിഷ്ട ഡൈ അടിക്കുന്ന കുട്ടികളെ ആൾക്കാരെ ഞാൻ എഗെയിൻസ്റ്റ് പറയല്ല. ഇത് അവരവരുടെ താല്പര്യമാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ജര മുഖത്ത് വരാത്തിടത്തോളം കാലം നര കവർ ചെയ്യാം. പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ എല്ലാവരും ഈ വെള്ളം മുടി അങ്ങ് ഇത് ചെയ്യണം എന്നല്ല. ഇപ്പോഴത്തെ ഇൻ തിങ് ആണ്, ട്രെൻഡാണ്. ഇപ്പോൾ കൊച്ചു പിള്ളേർ വരെ തലയൊക്കെ കുറച്ചൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ നരച്ചങ്ങ് വിട്ടിട്ട് അതൊരു സ്റ്റൈലായിട്ടൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. എൻ്റെ ഒന്നും സ്റ്റൈലല്ല, പ്രായത്തിൻ്റെ തന്നെയാണ്. അപ്പം കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ അതാണ്. പക്ഷേ ചെയ്യുന്നവർ ഇപ്പം പറഞ്ഞവരെ നമുക്കതിന് എഗെയിൻസ്റ്റ് ഒന്നും പറയാൻ ഒക്കില്ല. ദാറ്റ് ഈസ് അനദർ ബോഡി ഷെയ്മിങ്. നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്രായമായിട്ട് തല ഇത് ചെയ്യുന്നത്? അതും അവരുടെ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഡ്രസ്സിങ് ആയാലും നമ്മുടെ അപ്പിയറൻസ് എങ്ങനെ വേണം എന്നുള്ളത്
നമ്മുടെ തന്നെ എന്താ പറയുക ഇഷ്ടാനിഷ്ടങ്ങളിൽ പെട്ടതാണ്. അവിടെ ഒന്നും നമ്മൾ കൈകടത്തരുത്. ഒരു ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മൾ കൈകടത്താതിരിക്കുന്നത് വളരെ നല്ലതാണ്. പണ്ട് അങ്ങനെയല്ല, തുറന്നങ്ങ് പറയും. പക്ഷെ അത് വേണ്ട. നമ്മൾ എന്താ പറയുക, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. അതാണ് ചേച്ചിക്ക് കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ വന്ന കമന്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടോ? അയച്ചു തന്നിട്ടുണ്ട്. അതൊരു വളരെ ബൂസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത്രയും ഭംഗിയുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഇത് ചെയ്യണ്ടേ? അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഇനി എന്തായാലും ചേച്ചി പോലെ അങ്ങ് ഫുള്ള് മുടി നരയ്ക്കുമ്പോ അതിനായിട്ടില്ല റോഷ്നി. ഈ പ്രായത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ജര വന്നിട്ട് കുഴപ്പമില്ല. ജര വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നര ഒഴിവാക്കരുത്. കമന്റ് ബോക്സ് എടുത്ത് ജരയും നരയും കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. കമന്റ് ബോക്സ് എടുത്ത് നോക്കാം. ചേച്ചിക്ക് തോന്നും ഇത്രയും സൗന്ദര്യം. അതെ, മറ്റേ കൽപ്പന പറഞ്ഞ പോലെ പറയണോ, ഇതൊരു ശാപമാണോ? അങ്ങനെ തോന്നും. എന്തായാലും ബാക്ക് ടു സ്ക്വയർ വൺ. നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെ പൊതുസമൂഹത്തിൽ ഇറങ്ങണം, എന്ത് രീതിയിൽ നമ്മളെ അവർ കാണണം, ഇതൊക്കെ നമുക്ക് ഏത് പ്രായക്കാരായാലും നമുക്കൊരു ബോധം വേണം. അവരുടെ സ്വാതന്ത്ര്യമല്ലേ, സ്വാതന്ത്ര്യം തന്നെയാണ്. എങ്ങനെ വേണോ ധരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഇപ്പം ഫുൾ മൂടി നടക്കുന്നവർക്കും കൊച്ചു കുട്ടികളെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന കേസസ് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ എന്താ പറയുക, നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഇന്ന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഈ നമ്മുടെ നോർമൽ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലല്ല പ്രശ്നം വരുന്നത്. ഇതിൽ തന്നെ ഈ അല്ലാത്ത ആൾക്കാർ അവരും ഒരു സെൻസറിങ് അവർ ചെയ്യണം. അപ്പോൾ വൈൻഡ് അപ്പ് ദി തിങ് ഞാൻ പറയുന്നത്, ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ഷെയിം ചെയ്യുന്ന ആൾക്കാരെക്കാളും അവർക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് വേറെ ലെവലാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ വൈകല്യമാണ്, അതായത് എടുക്കുന്ന ആളുടെ വൈകല്യമാണ് എന്നുള്ളത് അവരെ മനസ്സിലാക്കണം. അപ്പം അവർ തന്നെ സമൂഹത്തിനോട് പറയുകയാണ്, എനിക്ക് മെൻ്റലി ഞാൻ പ്രശ്നമാണേ, അതുകൊണ്ട് എൻ്റെ ഈ പ്രശ്നമാണ് ഞാനിവിടെ ഇത് കാണിക്കുന്നതെന്നുള്ള ഓപ്പണായിട്ട് വരും. നമ്മുടെ ഇതും പോയി. അതുപോലെ തന്നെ എന്താ പറയുക, വസ്ത്രധാരണ രീതിയിലും ബോഡി ഷെയ്മിങ്ങും ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നൊരു കാര്യമാണ്. നമ്മളും അങ്ങോട്ട് പറയാൻ പാടില്ല, അവരിങ്ങോട്ടും ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് കടപ്പാടുകൾ നമുക്കുണ്ട്. ബിക്കോസ് മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളൊക്കെ സോഷ്യൽ ആനിമൽസാണ്. അപ്പോൾ സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബോധം, അത് കുട്ടികൾ സ്കൂളിലായാലും എന്താ പറയുക വീട്ടിലായാലും ആ ഒരു ബോധം വരുത്തിയാൽ നല്ലത് തന്നെയാണ്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ ഒന്നും ആരും പറയുന്നില്ല. പക്ഷേ ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുന്ന സമൂഹം, അപ്പം ചുറ്റുപാട്, നമ്മുടെ സംസ്കാരം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ്, പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ മനസ്സിന്റെ വൈകല്യം, ഇതെല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, ബോഡി ഷേമിങ് ഒരുപാട് കൊള്ളുന്ന ആൾക്കാർ നമ്മളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാം. അതേ പറയും, ഈ പറയുന്നതല്ലല്ലോ ഞാൻ. എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്ന ഒരു ഇതുണ്ട്, അതായത് ഒരാൾ നീ വിഷം കുടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കില്ല. ഞാൻ കുടിച്ചാൽ മാത്രമേ ഞാൻ മരിക്കുകയുള്ളൂ. ഒരിക്കലും മറ്റൊരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ ഇതാവില്ല. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, നീ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞാനല്ല, എനിക്കറിയാം എന്നെ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. കുറച്ച് ഇത്തിരി വണ്ണമുള്ള കുട്ടികൾക്കാണല്ലോ കൂടുതലധികം ഷെയ്മിങ് നേരിടേണ്ടി വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടായിരിക്കില്ല ഇവർക്ക് അതൊന്നും ആലോചിക്കില്ല. ഈ പല അസുഖങ്ങൾ കൊണ്ടും കുട്ടികൾക്കും. പക്ഷെ അതൊന്നും ഈ കളിയാക്കുന്നവരുടെ മനസ്സിൽ അതൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറയണത്, ആസ് എ നമ്മുടെ ഈ ഒരു ഇൻഫൈൻ എന്റർടൈൻമെന്റിൽ എപ്പോഴും കൊണ്ടുവരുന്നത് നല്ല എന്താ പറയാ, ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളത് വ്യത്യസ്തമാണ്, അതേസമയം ഉപകാരപ്രദമാണ്. ഇത് കാണുന്ന ആൾക്കാർ, അതായത് പ്രേക്ഷകർ, പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഇത് ഒരിക്കലും ഒരാളും എഗെയിൻസ്റ്റ് അല്ല. പക്ഷേ നമ്മൾ അവെയർ ആയിരിക്കണം. നമ്മൾ ജീവിക്കുന്നത് വെറുതെ ആവരുത്. യു ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. ആ അവെയർനെസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ എല്ലാവർക്കും നല്ലതാണ്. കാണുന്നവർക്കും പറയുന്നവർക്കും പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നുള്ളത് അത് മനസ്സിലാക്കാനും, ഇത് കേൾക്കുന്നവരും ഇത് ലൈറ്റായിട്ട് അങ്ങ് എടുക്കുക. കാരണം ദിസ് ഈസ് എ മെനസ്, അതൊരു മെനസാണെന്ന് മനസ്സിലാക്കി ആ മെനസിനെ, നമ്മളെ ഒരു മെനസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും ആ രീതിയിൽ അങ്ങ് വിട്ടേക്കുക. ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാൻ പറ്റണം. അതിൻ്റെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. ചിലവർ വളരെ എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ പലതരം ആൾക്കാരാണല്ലോ സൊസൈറ്റിയിൽ. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അത് പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കി അത് ചെയ്യാതിരിക്കുക. മറ്റുള്ളവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും കഴിയുന്നതും ചെയ്യാതിരിക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതൊക്കെ ചെയ്തു പോവും. പക്ഷേ അത് നമ്മുടെ റൈറ്റ് അല്ല മറ്റുള്ളവരെ കളിയാക്കുക എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് ലെറ്റ് us മേക്ക് എ ഹാപ്പി എൻവയറൺമെൻറ്റ് അല്ലേ? ആരെയും കുറ്റപ്പെടുത്തുക ഒന്നും ചെയ്യാതെ
പറ്റില്ല, ശരിയാണ് ഈ പറയുന്നത് 100% ഒന്നും പറ്റില്ല. എങ്കിലും നല്ലൊരു എൻവയറൺമെൻറ്റിൽ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇതിപ്പോൾ ചുറ്റുപാട് നമ്മൾ കാണുന്ന മുഴുവൻ യുദ്ധവും അതും ഇതുമൊക്കെയാണ്. എന്തിനാണ് നമ്മുടെ സ്പേസ് നമ്മൾ യുദ്ധക്കളരിയാക്കുന്നത്? അതെ അതെ അവിടെയെങ്കിലും ഒരു ശാന്തത, ശാന്തത നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ശാന്തത, അതെ. ഇതെങ്കിലും കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അതെ 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 തീർച്ചയായിട്ടും നല്ലൊരു വിഷയമായിരുന്നു. നമുക്ക് ഇന്ന് ഇത്രയും നന്നായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി. എന്തായാലും ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിൽ ചാനലിൽ കൂടെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പ്രേക്ഷകരിൽ എത്തിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കാരണം അതാണ് നമ്മുടെ ഇന്നും അടുത്ത എപ്പിസോഡിലേക്കുള്ള ഊർജം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.